നമസ്കാരം. റനീഷ റഹീമാൻ എന്ന സീരിയൽ നടി ആറ്റുകാലമ്മയുടെ നടയിലെത്തി ഭക്തിപുരസ്സരം പൊങ്കാല അർപ്പിച്ച വിഷയമാണിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദമായി കത്തിപ്പടരുന്നത്. ആരാണ് വിവാദമാക്കുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന കേരള സമൂഹത്തെ പരിചയമുള്ള കേരള സമൂഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടൽ പരിചയമുള്ള എല്ലാവർക്കും അറിയാം ജിഹാദികളായിരിക്കും ഇതിൻ്റെ പിന്നിലെന്നുള്ളത്. കാരണം സ്വന്തം മതത്തിലെ ആചാരങ്ങളെ ആരെങ്കിലും പ്രകീർത്തിച്ചാൽ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ സ്വന്തം മതത്തിൽപ്പെട്ട ആരെങ്കിലും അന്യമതത്തിൽപ്പെട്ട ഏതെങ്കിലും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയോ അതിനെക്കുറിച്ച് നല്ലത് പറയുകയോ ചെയ്താൽ അതിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നൊരു വിഭാഗം ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഇന്ന് നല്ലൊരു ശതമാനം നിലവിലുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പുറത്തുമുണ്ട്. നിശബ്ദമായിട്ടെങ്കിലും അത്തരത്തിലൊരു മനോഭാവം സൂക്ഷിക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ നിലവിലുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അതിന് ഒരു തർക്കവുമില്ല. ആരതിനെ എതിർത്ത് പറഞ്ഞാലും അത് അസത്യമാണെന്നേ ഞാൻ പറയുള്ളൂ. അതാണ് സത്യവും. ആ അസത്യമാണെന്നുള്ളതാണ് സത്യം. ഇനി അത് കടന്നു പോകുമ്പോൾ ഈ റനീഷ റഹീമാൻ്റെ വിഷയത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വന്നാൽ, റനീഷ റഹീമാൻ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ, കാരണം ഇത്തരത്തിൽ അവർ ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം അതിൻ്റെ സംബന്ധിച്ച വാർത്തകളും വീഡിയോകളും അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചപ്പോൾ രൂക്ഷമായ ആക്രമണമാണ് അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. അതും അസഭ്യവർഷമെന്ന് തന്നെ പറയാവുന്ന തരത്തിൽ അവർക്ക് നേർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് നേർക്കുമൊക്കെ മ്ലേച്ഛമായ ഭാഷയിൽ അസഭ്യവർഷം നടത്തിക്കൊണ്ട് ജിഹാദികൾ അവരുടെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ നിറഞ്ഞാടുകയാണ്, അഴിഞ്ഞാടുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ആ പശ്ചാത്തലത്തിൽ അവരൊരു വീഡിയോ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോയാണ് നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം. ആ വീഡിയോയിലെ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ് റനീഷ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഗൗരവതരമെന്ന് പറഞ്ഞാൽ വളരെ പക്വതയോടുകൂടി ആ വിഷയങ്ങൾ അവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ച ആദ്യത്തെ കാര്യം. പിന്നെ നമ്മുടെ കേരള സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട 3 കാര്യങ്ങളും അവരതിൽ പങ്കുവച്ചിരുന്നു. ആ 3 കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഈ റനീഷ റഹീമാൻ്റെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു 4-5 ദിവസങ്ങൾ പിന്നിലേക്ക് പോയാൽ പാളയം മുസ്ലിം പള്ളിയുടെ ഇമാം മുസ്ലിങ്ങളോടൊരു ആഹ്വാനം നടത്തിയിരുന്നു. നിങ്ങളുടെ കടകളും വീടുകളുമൊക്കെ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുവാനെത്തുന്ന സ്ത്രീ ജനങ്ങൾക്കായി തുറന്നു കൊടുത്ത് ആറ്റുകാൽ പൊങ്കാലയെ നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുക, ഉൾക്കൊള്ളുക, എന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുക എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. എന്നിട്ട് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നുള്ള രീതിയിൽ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈ വിഷയത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വൻ പ്രചാരം നൽകിയിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും ഇതിന് നല്ല പ്രചാരം ലഭിച്ചിരുന്നു. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പ്രേക്ഷകരോടും പാളയം ഇമാമിനോടും ഈ വിഷയത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് വൻ പ്രചാരം നൽകിയ മാധ്യമങ്ങളോടും കൂടിയാണ്. പാളയം ഇമാമിൻ്റെ ആ ഒരു സന്ദേശത്തെ, ആറ്റുകാൽ പൊങ്കാലയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുക, ഉൾക്കൊള്ളുക എന്നുള്ള സന്ദേശത്തെ യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടത് റനീഷ റഹീമാനല്ലേ? കാരണം ഭക്തി പുരസ്സരം മനസ്സും ശരീരവും ശുദ്ധമാക്കി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച റനീഷ റഹീമാനെ പോലെ ആറ്റുകാൽ പൊങ്കാലയെ മനസ്സിൽ ഉൾക്കൊണ്ടത് വേറെ ആരുണ്ട്? മനസ്സും ശരീരവും ശുദ്ധമാക്കി എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് റനീഷ റഹീമാൻ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. മനസ്സും ശരീരവും ശുദ്ധമാക്കി പൂർണ്ണമായ ഭക്തിയോടുകൂടിയാണ് താൻ പൊങ്കാല അർപ്പിച്ചതെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പാളയം ഇമാമിൻ്റെ ആ പ്രസ്താവനയെ, റിയൽ കേരള സ്റ്റോറിയെ, ആറ്റുകാൽ പൊങ്കാലയെ പൂർണ്ണമായി മനസ്സിലേക്ക് ഉൾക്കൊള്ളുവാനുള്ള, ഏറ്റുവാങ്ങുവാനുള്ള ആഹ്വാനത്തെ പൂർണ്ണമായി നടപ്പാക്കിയത് റനീഷ റഹീമാനല്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് റനീഷ റഹീമാൻ നേരിടുന്ന ഇത്തരം ആക്രമണങ്ങളെ മുഖ്യധാരാ മാധ്യമങ്ങൾ പരാമർശിക്കുന്നില്ല, അല്ലെങ്കിൽ തൊട്ടുതലോടി കടന്നു പോവുകയല്ലാതെ അതിനർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അതിനെ സമീപിക്കുന്നില്ല? പാളയം ഇമാം എന്തായാലും പ്രതികരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതികരിച്ചാൽ നല്ലത് ഇതിനെതിരെ. അപ്പോൾ ആ ഒരു വിഷയമൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി റനീഷ റഹീമാൻ്റെ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ച 3 ഗൗരവതരമായ കാര്യങ്ങളിലേക്ക് കടക്കാം നമുക്ക്. അതിലാദ്യത്തെ കാര്യം, റനീഷ റഹീമാൻ ഇസ്ലാമിക മതവിശ്വാസികളുടെ റംസാൻ നോമ്പ് തുടങ്ങിയ സമയത്ത്, ഈ മാസത്തിൽ തന്നെ റംസാൻ നോമ്പ് തുടങ്ങിയ സമയത്ത് ഒരു ഹിന്ദു യുവതിയുടെ പോസ്റ്റ് കണ്ടിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ. അവർ ഇത്തവണ മുതൽ നോമ്പെടുക്കാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു പോസ്റ്റ്. ആ പോസ്റ്റിന് താഴെ ജാതിമത ഭേദമന്യേ, എന്നാൽ പ്രത്യേകിച്ച് ജിഹാദികൾ തന്നെ ആയിരിക്കണം, സകാരാത്മകമായ അഭിപ്രായങ്ങൾ മാത്രമാണ് റനീഷ റഹീമാന് കാണുവാൻ സാധിച്ചത് എന്നവർ പറയുന്നുണ്ട്. എന്നാൽ ആറ്റുകാൽ പൊങ്കാല ഇട്ട തൻ്റെ പോസ്റ്റിന് താഴെ വന്ന
അല്ലെങ്കിൽ പോസ്റ്റിന് കീഴെ വന്ന അഭിപ്രായങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വല്ലാത്തൊരു നിരാശ അവരെ പിടികൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഹിന്ദു യുവതിക്ക് ലഭിച്ച ഒരു കയ്യടി അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം, സകാരാത്മകമായ അഭിപ്രായങ്ങൾ തനിക്ക് ലഭിച്ചില്ല എന്നുള്ളത് പോട്ടെ, അധിക്ഷേപങ്ങളാണ് പകരം ലഭിക്കുന്നതെന്നുള്ളൊരു വിഷമം അവർക്കുണ്ടെന്ന് തോന്നുന്നു. ആ വിഷമത്തെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത്, റനീഷ റഹീമാന് കേരള സമൂഹത്തെ വേണ്ടത്ര പരിചയമില്ല എന്ന് തോന്നുന്നു. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഈ മതമൗലികവാദികൾ, ജിഹാദികളെന്ന് തന്നെ അവരെ വിളിക്കേണ്ടി വരും. അവർക്ക് സ്വന്തം മതത്തിൽ അവർ വിശ്വസിക്കുന്ന ആചാരങ്ങളെ ആരെങ്കിലും ഉയർത്തിക്കാട്ടിയാൽ അതിന് കൈയടിക്കുവാൻ മാത്രമേ അറിയാവൂ. സ്വന്തം മതത്തിൽപ്പെട്ട ആരെങ്കിലും അന്യമതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആചാരം അനുഷ്ഠിച്ചാലോ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചാലോ അതിനെ ഉയർത്തിക്കാട്ടിയാലോ അവർക്ക് സഹിക്കുവാൻ സാധിക്കില്ല. അവർ അധിക്ഷേപങ്ങൾ കൊണ്ടും അസഭ്യവാക്കുകൾ കൊണ്ടും പറ്റുമെങ്കിൽ കായികമായി തന്നെയുമായിരിക്കും അതിനെ നേരിടുക. ആ ഒരു തിരിച്ചറിവ് റനീഷ റഹീമാൻ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ കുട്ടിക്കത് അത്തരത്തിലൊരു തിരിച്ചറിവ് ഇപ്പോഴാണ് ഉണ്ടായതെന്ന് തോന്നുന്നു. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ റനീഷ റഹീമാൻ്റെ വീഡിയോയിൽ ശ്രദ്ധിച്ചത്. രണ്ടാമത്തെ കാര്യം, താൻ ഭക്തി പുരസ്സരമാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചതെന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. മനസ്സും ശരീരവും ശുദ്ധമാക്കി. വളരെ പക്വമായ ഒരു തീരുമാനമാണ് റനീഷ റഹീമാൻ എടുത്തത്. അതിനവരെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അത് സാധ്യമാക്കിയത് അവരുടെ ഒരു വളർച്ചയുടെ പശ്ചാത്തലമാണെന്നാണ് അവരുടെ വീഡിയോയിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കാരണം കൊച്ചു ക്ലാസ് മുതൽ 10ഓ 12ഓ ക്ലാസ്സുകൾ വരെ റനീഷ റഹീമാൻ പഠിച്ചത് ചിന്മയ വിദ്യാലയയിലാണ്. കാരണം വിദ്യാഭ്യാസ ദിനത്തിൻ്റെ ആരംഭം ഗായത്രി മന്ത്രത്തോടു കൂടി തുടങ്ങി ഹനുമാൻ ചാലീസയും ഒക്കെ ഉച്ചരിച്ചും ഉരുവിട്ടും ഒക്കെ വളർന്നു വന്ന റനീഷ റഹീമാൻ്റെ ഉള്ളിൽ ഈ സനാതനധർമ്മത്തിൻ്റെ ഒരു മൂലബിന്ദു ഉറച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്നുമല്ല, ചേതനവും സചേതനവുമായ എല്ലാ വസ്തുക്കളിലും ഈശ്വര സാന്നിധ്യമുണ്ട്. ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഏത് രൂപത്തിലും നിങ്ങൾക്കതിനെ ആരാധിക്കാം. ആ ആരാധന എന്നുള്ളത് നിങ്ങളും ഈശ്വരനും തമ്മിലുള്ള വിഷയം മാത്രമാണ്. മറ്റൊരാൾക്കതിൽ യാതൊരു കൈകടത്തലും ഒരു സാധ്യതയില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ അതിൽ കൈകടത്തേണ്ട സാധ്യതയില്ല. എല്ലാത്തിനെയും, ചേതനവും അചേതനവുമായ എല്ലാത്തിനെയും ബഹുമാനിക്കുക, ആരാധിക്കണമെങ്കിൽ ആരാധിക്കുക തുടങ്ങിയ വളരെ വിശാലമായൊരു കാഴ്ചപ്പാട് റനീഷ റഹീമാന് നൽകിയത് ചിന്മയയിലെ വിദ്യാഭ്യാസം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ രണ്ടാമത്തെ കാര്യവുമായി ഒരു ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്. കാരണം താൻ ഈ പൊങ്കാല അർപ്പിച്ച് ഒരു കൃത്യം, അത് തൻ്റെ കർമ്മമാണ്, താൻ അനുഷ്ഠിച്ച ഒരു കർമ്മമാണ്. അതിൻ്റെ കർമ്മഫലം താനും ഈശ്വരനും തമ്മിലുള്ള ഒരു വിഷയമാണ്, താനും ഈശ്വരനും തമ്മിൽ മാത്രമുള്ളൊരു വിഷയമാണ് എന്ന് സംശയത്തിനിടയില്ലാത്ത വിധം റനീഷ റഹീമാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് എനിക്കും ഈശ്വരനുമിടയിൽ ഒരു മുല്ലയും വേണ്ട, മുല്ലാക്കയും വേണ്ട, ഒരു ഇടനിലക്കാരനും വേണ്ട എന്നവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മുടെ മരിച്ചുപോയ താരിഖ് റഹ്മാൻ എന്ന പ്രസിദ്ധ ചിന്തകൻ എപ്പോഴും പറയുമായിരുന്നു, രണ്ട് തരത്തിലുള്ള ഇസ്ലാം ഉണ്ട്. ഒന്ന് മുല്ലയുടെ ഇസ്ലാം, ഒന്ന് അള്ളയുടെ ഇസ്ലാം. അള്ള എന്ന് പറയുന്ന താരിഖ് റഹ്മാൻ പറയുന്നത് നമ്മുടെ സനാതനമായ ഈശ്വര സങ്കല്പത്തിലുള്ള ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് മാത്രമാണ്. അള്ളയുടെ ഇസ്ലാമുണ്ട്, മുല്ലയുടെ ഇസ്ലാമുണ്ട്. തത്വത്തിൽ റനീഷ റഹീമാൻ മുല്ലയുടെ ഇസ്ലാമിനെ തള്ളിക്കളയുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അവരത് വാക്കുകളിലൂടെ പറയുന്നില്ലെങ്കിൽ പോലും അള്ളയുടെ ഇസ്ലാം മതി. കാരണം ഇതിൽ ഇടനിലക്കാർ വേണ്ട, മൗലവി വേണ്ട, മുല്ലാക്ക വേണ്ട, ഇത്തരക്കാരുടെ അധിക്ഷേപക്കാരുടെ ജിഹാദികളുടെ അഭിപ്രായ പ്രകടനങ്ങളും വേണ്ട. എൻ്റെ കർമ്മത്തിൻ്റെ ഫലം ഈശ്വരൻ എനിക്ക് തന്നുകൊള്ളും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഇനി അവരോടും പറയുന്നുണ്ട്, ഈ അധിക്ഷേപക്കാരോടും പറയുന്നുണ്ട്, നിങ്ങൾ ഈ അധിക്ഷേപം നടത്തുന്ന, ആക്ഷേപിക്കുന്ന, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന കർമ്മങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ നിങ്ങളിലേക്ക് ബൂമറാങ്ങായി തിരിച്ചെത്തിക്കൊള്ളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് റനീഷ റഹീമാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്കും കൂടി എൻ്റെ ചിന്ത പോയി. കാരണം ഈ റനീഷ റഹീമാനെ പോലുള്ള പെൺകുട്ടികൾ ഒരു യുവതിയാണ്, കാരണം അധികം പ്രായമൊന്നുമില്ല അവർക്ക്. അവർ ഈ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കേരളത്തിൽ ഉയർന്നു വരുന്നത് വളരെ പ്രത്യാശാജനകമായൊരു കാര്യമാണ്. കാരണം തനിക്ക് ലഭിച്ച ഒരു സമ്മാനം വേദിയിൽ കയറി വാങ്ങുവാൻ പോലും അനുവാദമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വലിയൊരു വിഭാഗം പെൺകുട്ടികൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിലുണ്ട്. ഏതെങ്കിലും ഒരു ചടങ്ങിനെത്തിയാൽ മറകെട്ടി, പുരുഷന്മാരുടെ ഇടയിൽ ഒരു വലിയ കറുത്ത മറകെട്ടി ഒരു തരം തിരിച്ചൊരു രണ്ടാം തരം പൗരന്മാരെ പോലെ കണക്കാക്കി പെരുമാറുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട യുവതികളും ഇസ്ലാമിക സമൂഹത്തിലുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ഇത്തരത്തിലുള്ള റനീഷ റഹീമാനെ പോലുള്ള യുവതികൾ ഉയർന്നു വന്ന്
വിശാലമായൊരു കാഴ്ചപ്പാടോടുകൂടി ലോകത്തിനെയും മറ്റു വിശ്വാസങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സത്യത്തിൽ ഞാൻ താരതമ്യം ചെയ്യുന്നത് ഇറാനിലും അറബ് രാജ്യങ്ങളിലുമൊക്കെ ഉണ്ടായ മുല്ലപ്പൂ വിപ്ലവത്തോടു കൂടിയാണ്. കാരണം ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാകുമെങ്കിൽ ആകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ കൂടുതൽ ആളുകൾക്ക് പ്രചോദനമുണ്ടാകുമെങ്കിൽ ഹിന്ദുമതത്തിലേക്ക് വരണമെന്നുള്ളതല്ല, കാരണം ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ അല്ല. കാരണം ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ചു എന്ന് കരുതി റനീഷ റഹിമാൻ മുസ്ലിം മതം വിട്ട് ഹിന്ദുമതം സ്വീകരിച്ചു എന്ന് ഞാനൊരിക്കലും കരുതുന്നില്ല. അങ്ങനെ ഒരു അർത്ഥം റനീഷ റഹിമാനും കാണുന്നില്ല. കാരണം അത്തരത്തിൽ വിശാലമായൊരു കാഴ്ചപ്പാടിന് ചിന്മയുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ളവരുടെ പശ്ചാത്തലം അവരെ പ്രാപ്തയാക്കിയിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മതം വിട്ടൊന്നും പുറത്തു വരുന്നില്ല. മതത്തിനുള്ളിലെ ഇത്തരം പുഴുക്കുത്തുകൾക്കുള്ള തിരുത്തലുകൾ ഇത്തരം പ്രവൃത്തികളിലൂടെ ഉണ്ടാകുമെങ്കിൽ റനീഷ റഹിമാൻ്റെ ആറ്റുകാൽ പൊങ്കാല ഒരു മുല്ലപ്പൂ വിപ്ലവം തന്നെയാണ്, അതിൻ്റെ തുടക്കം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ആകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.